Hi everyone, welcome back to Wisdom Academy classes. So we are moving on to the next chapter, which is statistics. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഇതിന് മുന്നേ കുറച്ച് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ആ ചാപ്റ്റേഴ്സ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. നമ്മൾ ഓരോ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERT ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യിക്കുന്നുണ്ട്. പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതായത് റീസെൻ്റ് ആയിട്ടുള്ളതായാലും കുറച്ച് റിപ്പീറ്റേഷൻ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയാലും നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ടാവും. MCQ ആയാലും ഉണ്ടാവും. അതേമാതിരി തന്നെ 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇത്രയുമാണ് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഇതേമാതിരി തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് പോയി കാണുക. അതേമാതിരി തന്നെ 10th എക്സാംസ് അടുത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇനിയുള്ള എല്ലാ ദിവസവും 7 days ഈ വീക്ക് നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് പോർഷൻസ് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്ററിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഒരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നമുക്കത് ടാബുലർ കോളം എന്തെങ്കിലും ഒരു വാല്യൂ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന ടാബുലർ കോളം ഫുൾ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ആ ടാബുലർ കോളം വെച്ച് ചെയ്യുന്ന കാൽക്കുലേഷൻസ് ചെയ്യാൻ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണെങ്കിൽ പോലും അതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു അശ്രദ്ധ കൊണ്ട് തെറ്റാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എപ്പോഴും ആ ടാബുലർ കോളം നിങ്ങൾ ആൻസർ ഷീറ്റിൽ വരച്ചതിന് ശേഷം ഒന്നുകൂടെ റീചെക്ക് ചെയ്യുക, നിങ്ങൾ എഴുതിയിട്ടുള്ള വാല്യൂസ് എല്ലാം കറക്റ്റ് അല്ലേ എന്നുള്ളത്. വൺസ് നമ്മളുടെ ടേബിൾ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ്ങിന് നമ്മൾ ചെയ്യുന്ന എല്ലാ കാൽക്കുലേഷൻസും തെറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ പേടിപ്പിക്കുന്ന കാര്യമല്ല, ജസ്റ്റ് ഒന്ന് വാല്യൂ റീചെക്ക് ചെയ്യാം, നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യാം. സോ നമ്മൾ ആദ്യത്തെ തന്നെ പഠിക്കാൻ പോകുന്നത് ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ മീൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ബേസ് നിങ്ങൾ ഓൾറെഡി 9th പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസും നമ്മളവിടെ പഠിച്ചിട്ടില്ല. ജസ്റ്റ് ബാർ ഗ്രാഫ്, ഹിസ്റ്റോഗ്രാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ അതേമാതിരി തന്നെ പോളിഗൺ വരയ്ക്കാൻ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ളത്. ഇവിടെ അങ്ങനെയല്ല, നമ്മളിവിടെ ഗ്രാഫിന്റെ കാര്യമേ നോക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ് ചെയ്യുന്നത്. അതായത് മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, മീഡിയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, മോഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് നോക്കുന്നത്, റോ ഡാറ്റ അല്ല. അതായത് ക്ലാസ് വിത്തുകൾ ഉണ്ടായിരിക്കും ആ ഡാറ്റയ്ക്ക്, അതിനെയാണ് ഈ ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നത്. സോ മീൻ ഇസ് റെപ്രസെൻറ്റഡ് ബൈ എക്സ് ബാർ. എക്സ് ബാർ എന്നുള്ള നൊട്ടേഷനാണ് മീനിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് 3 മെത്തേഡ്സ് വെച്ചിട്ട് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഇന്ന മെത്തേഡ് വെച്ചിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എനി ഓഫ് ദി 3 മെത്തേഡ്സ്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ഏത് മെത്തേഡിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഓക്കെ, ഇനി അല്ല ഇന്ന മെത്തേഡ് വെച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മെത്തേഡ് വെച്ച് തന്നെ ചെയ്താലേ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് വായിച്ചു നോക്കണം. ഫൈൻഡ് ഔട്ട് ദ മീൻ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഡയറക്റ്റ് മെത്തേഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡ് വെച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യനും കൂടെ ഒന്നും കൂടെ വായിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഏറ്റവും ലാസ്റ്റ് സെന്റൻസിൽ ഇന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ചെയ്തതൊക്കെ തെറ്റിപ്പോവും. അപ്പൊ അതിനേക്കാളും നല്ലത് ഫുൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി അതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക കേട്ടോ. സോ ഡയറക്റ്റ് മെത്തേഡാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ്. അവിടെ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ എഫ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. ഇതാണ് ഫോർമുല. അപ്പൊ ഈ കൊടുത്തിട്ടുള്ളതൊക്കെ ഇതിന്റെ ഫോർമുലാസ് ആണ്. ഫോർമുലാസ് നിങ്ങൾ എന്തായാലും ഒരു ബുക്ക് എടുത്തിട്ട് അത് ആദ്യം എഴുതി വെക്കണം. ഫോർമുല പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. വൺസ് ഫോർമുല ക്ലിയർ അല്ല, അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അതുകൊണ്ട് ഫോർമുലാസ് എല്ലാം ഒരു ഫോർമുല നോട്ടിൽ എഴുതി വെക്കുക, എന്നിട്ട് അത് പഠിക്കുക. അതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. സോ ഡയറക്റ്റ് മെത്തേഡിൽ എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ എക്സ് ഐ എഫ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ ആണ്. ഇതിലത്തെ ടേംസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഇപ്പം പറയുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്താണ് ഈ എക്സ് ഐ, എന്താണ് എഫ് ഐ എന്നുള്ളത്. എക്സ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് മാർക്കാണ്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2 ആണ്. ഇതൊക്കെ ജസ്റ്റ് ഇപ്പൊ ഒന്ന് അറിഞ്ഞിരുന്നിട്ട് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ അറിയാനായിട്ട് പറ്റും കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി, ഇതാണ് ഈ സംഭവം എന്നുള്ളത്. പ്രോബ്ലത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് പറ്റും.
FI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. ഈ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സമ്മേഷൻ ആണ്. അതായത് ഇപ്പോൾ 1 2 3 4 എന്നുണ്ടെങ്കിൽ സിഗ്മ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1 + 2 + 3 + 4. അതായത് സിഗ്മ ഇസ് ജസ്റ്റ് സമ്മേഷനെയാണ് ഈ സിഗ്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് മെത്തേഡ് ആണ് അസ്യൂംഡ് മീൻ മെത്തേഡ്. അസ്യൂംഡ് മീൻ മെത്തേഡിൽ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാൻ a + സിഗ്മ FI DI ഡിവൈഡഡ് ബൈ സിഗ്മ FI ആണ്. ഫോർമുലാസ് തമ്മിൽ തെറ്റാൻ പാടില്ല കേട്ടോ. a + സിഗ്മ FI DI ഡിവൈഡഡ് ബൈ സിഗ്മ FI. ഇവിടെ XI ആണ്, ഇവിടെ DI ആണ്. A എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇവിടുത്തെ ആക്ച്വലി അസ്യൂംഡ് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് നമുക്ക് പ്രോബ്ലത്തിൽ എത്തുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇനി DI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ് മാർക്കും ഈ എയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ DI എന്ന് പറയുന്നത്. FI എപ്പോഴും ഫ്രീക്വൻസി തന്നെയാണ്. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ തന്നെയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ആണ്. അവിടെ എക്സ് ബാർ ഇസ് ഈക്വൽ ടു a പ്ലസ് കണ്ടോ, ഇവിടെ A ഉണ്ട്, ഇവിടെയും A ഉണ്ട്. ഇവിടെ സിഗ്മ FI DI ആണെങ്കിൽ ഇവിടെ സിഗ്മ FI UI ആണ്. UI ആയി മാറി കഴിഞ്ഞു കേട്ടോ, സ്റ്റെപ്പ് ഡീവിയേഷൻ. അപ്പൊ UI ആണ് ഡിവൈഡഡ് ബൈ സിഗ്മ FI ഇൻറ്റു ഈ ഒരു ബ്രാക്കറ്റിനെ H കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ആ ഒരു ടേം ഒന്നും ഇവിടെ ഇല്ല, ഇവിടെ ആ ഒരു ടേമും കൂടെ വരുന്നു. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് വിഡ്ത്ത് ആണ്. അപ്പൊ അതായത് 10 to 15, 15 to 20 അങ്ങനെയാണെങ്കിൽ ഇവിടെ H എന്തായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, അപ്പൊ H ഇവിടെ എന്താണ്? 5 ആണ്. അപ്പൊ അതായത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് നിങ്ങൾ എപ്പോഴാണ് പ്രിഫർ ചെയ്യേണ്ടത്? ക്ലാസ് വിത്ത് ഈക്വൽ ആയിട്ടുള്ള ഡാറ്റാസിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ 10 to 15, പിന്നെ 15 to 25 ഒക്കെ ആണെങ്കിൽ ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ് വിട്ട്, ഇവിടെ എന്താണ്? 10 ആണ് വിട്ട് അല്ലെ. അപ്പൊ അങ്ങനത്തെ ഡാറ്റാസ് കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യാൻ പാടില്ല? ചൂസ് ചെയ്യാൻ പാടില്ല. തെറ്റാൻ ചാൻസ് കൂടുതലാണ്. തെറ്റും, അത് ഉറപ്പാണ്. ബിക്കോസ് H ഇവിടെ എന്താണ്? കോൺസ്റ്റന്റ് വാല്യൂ അല്ല. അപ്പൊ അങ്ങനത്തെ അതാണ് പറയുന്നത്. ഏതൊരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാലും എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് ആ ഒരു വാല്യൂസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കിട്ടാവുന്ന കാര്യമുള്ളൂ. അപ്പൊ H സെയിം ആണെങ്കിൽ മാത്രം യു ഷുഡ് ഗോ ഫോർ ദിസ് മെത്തേഡ്. UI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് XI - A ഡിവൈഡഡ് ബൈ H ആണ്. ഓക്കെ, അപ്പോൾ ഫോർമുലാസ് ഒക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. നെക്സ്റ്റ് നമുക്ക് ഡയറക്റ്റ് നമ്മളുടെ പ്രോബ്ലംസിലേക്ക് പോവാം. So this is our first question. Exercise ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പൊ ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഒരു ടാബുലർ കോളായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതേമാതിരി തന്നെ ആയിരിക്കണം നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ റെപ്രസെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് ഇന്ന മെത്തേഡ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. they do not have any specified the specific മെത്തേഡ് ഇത് ചൂസ് ചെയ്യണം എന്ന് അവർ പറഞ്ഞിട്ടില്ല. സോ വി ക്യാൻ നോട്ട് ഗോ ഫോർ എനി ഓഫ് ദ മെത്തേഡ്. ഏത് 3 മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ FIന്റെ കോളം ചെറിയ വാല്യൂസ് ആയതുകൊണ്ട് തന്നെ വി ആർ ഗോയിങ് ഫോർ ഡയറക്റ്റ് മെത്തേഡാണ് നമ്മൾ ഇവിടെ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. സോ നമുക്ക് ആദ്യം FIന്റെ കോളം എല്ലാം ആഡ് ചെയ്ത് എഴുതാം. ഇപ്പോൾ നമ്പർ ഓഫ് ഹൗസസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് FI. നമുക്ക് ഇവിടെ ഡയറക്റ്റ് മെത്തേഡ് കണ്ടുപിടിക്കാൻ നമുക്ക് സിഗ്മ XI FI ഡിവൈഡഡ് ബൈ സിഗ്മ FI വേണം അല്ലെ. അപ്പോൾ XI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ XI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം XI is equal to, അതിനാണ് നമ്മൾ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമുല ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ XI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2 ആണ്. അപ്പൊ ആദ്യം നമുക്ക് സിഗ്മ FI ഈ ഡിനോമിനേറ്റർ ടേം സിഗ്മ FI നോക്കാം. 1 + 2 3, 3 + 1 4, 4 + 5 9, 9 + 2 11, 11 + 6 17, 17 + 3 20. അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇവിടെ 20 ലൊക്കാലിറ്റീസ് ആണെന്നുള്ളത്. അപ്പോൾ ഈ 20 തന്നെ ആയിരിക്കണം ഇവിടെയും കിട്ടേണ്ടത്. അപ്പൊ ഇത് നമ്മളുടെ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. 20 ആണ് തന്നിട്ടുള്ളത്, 20 തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നൗ XI കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പർ ലിമിറ്റ്. ഈ ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് അത് എത്രയാണ്? 2 + 0. ലോവർ ലിമിറ്റ് എന്താണ്? 0. 2 + 0 2. 2 ഡിവൈഡഡ് ബൈ 2 എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പൊ അത് കിട്ടി. നെക്സ്റ്റ് once again upper limit plus lower limit, that is 2 + 4 6 ഡിവൈഡഡ് ബൈ 2 it is 3. ഇനി നിങ്ങൾ
കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ബിക്കോസ് ഇവിടെ നമ്മളുടെ ക്ലാസ് വിഡ്ത്ത് എത്രയാണ്? എല്ലാവരുടെയും 2 2 2 ആണ് അല്ലെ. 0 to 2, 2 to 4, 4 to 6, 6 to 8, 8 to 10 എല്ലാം വിഡ്ത്ത് എന്താണ്? 2 ആണ് വരുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ xi കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒരു 2 നിങ്ങൾ ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നോക്കിയാൽ 1 + 2 എന്താണ്? 3. നെക്സ്റ്റ് എന്തായിരിക്കും? 3 + 2 ദാറ്റ് ഈസ് 5. Next it is 5 + 2 7, 7 + 2 9, 9 + 2 11, 11 + 2 13. ഓക്കെ, അപ്പൊ എന്താണോ ക്ലാസ് വിഡ്ത്ത് വരുന്നത് അത് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ക്ലാസ് വിഡ്ത്ത് യൂണിഫോം ആയിരിക്കണം കേട്ടോ. എല്ലാ വിഡ്ത്തും എന്തായിരിക്കണം? യൂണിഫോം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ വിഡ്ത്ത് എന്ത് ചെയ്താൽ മതി? xi അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് xi എന്ന് പറഞ്ഞിട്ടുള്ള കോളം കിട്ടി. അല്ല നിങ്ങൾക്ക് ഇനി അപ്പർ പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2 മാനുവലി കാൽക്കുലേറ്റ് ചെയ്യാനാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ടൈം കൺസ്യൂം ചെയ്യണ്ടെന്ന് വെച്ചിട്ട് എളുപ്പവഴി പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. സോ xiന്റെ ഫസ്റ്റ് വാല്യൂവിന്റെ കൂടെ h നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് സെറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടും. നെക്സ്റ്റ് xi fi ഇൻറ്റു ചെയ്യാം. xi ഇൻറ്റു fi 1 × 1 1, 3 × 2 6, 5 × 1 5, 7 × 5 35, 9 × 6 54, 11 × 2 22, 13 × 3 it is 39. ഓക്കെ, അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരേ റോല് കിടക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആയി പോകരുത്. അങ്ങനെയാകുമ്പോൾ നമ്മളുടെ വാല്യൂസ് തെറ്റിപ്പോവും. അപ്പൊ കറക്റ്റ് നേരെ എഴുതുക. നെക്സ്റ്റ് സിഗ്മ fi xi കാൽക്കുലേറ്റ് ചെയ്യാം. സിഗ്മ fi xi കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ എല്ലാ വാല്യൂസും നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുന്ന സമയത്ത് യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 162. ആഡ് ചെയ്ത് നോക്കുക എല്ലാവരും. 6 + 1 7, 7 + 5 12, 12 + 35 47, 47 + 54 ചെയ്യുക, 22 ചെയ്യുക, 39 ചെയ്യുക. യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ആസ് 162. വൺസ് ഇത്രയും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ എഴുതുന്നു. ദാറ്റ് ഈസ് x bar is equal to സിഗ്മ fi xi ഡിവൈഡഡ് ബൈ സിഗ്മ fi. അപ്പൊ ഇത്രയും നമ്മൾ ഈ ടേബിൾ ഇത്രയും നീറ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഒരു പെർട്ടിക്കുലർ മാർക്ക് CBSE സെറ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മളുടെ ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആ ഒരു മാർക്ക് എന്തായാലും ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. വൺസ് ഈ ഇക്വേഷൻ എഴുതുന്നതിന് ഒരു പെർട്ടിക്കുലർ മാർക്ക് ഉണ്ടാവും. അത് ആ ഇക്വേഷൻ കറക്റ്റ് ആക്കി എഴുതി കഴിഞ്ഞാൽ ഇക്വേഷനും കറസ്പോണ്ടിങ് മാർക്ക് കിട്ടും. 162 ഡിവൈഡഡ് ബൈ 20 എത്രയാണ് വരുന്നുണ്ടാവുക? ദിസ് ഈസ് 81, ദിസ് ഈസ് 10 or it is 8.1. 8.1 ആയിരിക്കും നമ്മളുടെ എന്ത് കിട്ടുന്നുണ്ടാവുക? x ബാർ കിട്ടുന്നുണ്ടാവുക. ദാറ്റ് ഈസ് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8.1 ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ബേസ് മോഡൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് ഏറ്റവും ടഫ് ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആദ്യം എടുത്ത് ചെയ്ത് കാണിച്ചു തന്നത്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടെ ലെവൽ കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.